തൃശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തുമെന്ന് സുരേഷ് ഗോപി. ഇരു ദേവസ്വം ഭാരവാഹികളെയും ചർച്ചയിൽ പങ്കെടുപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പെസോ നിയമ ഭേദഗതിയെ തുടർന്ന് പൂരം വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലായതിനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരമാകാത്തതിനെയും പാറമേക്കാവ് ദേവസ്വം പരസ്യമായി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വെടിക്കെട്ട് അനിശ്ചിതത്വത്തിന് പരിഹാരം കാണാനുള്ള കേന്ദ്രമന്ത്രിയുടെ നീക്കം. ഞാനൊരു MP എന്ന നിലയ്ക്കല്ല, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. എനിവേ we'll sit across a table. We'll have the officers. We will also call the stakeholders and arrive at a final decision എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. റൗണ്ടിലേക്ക് ഈ വർഷം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും സ്റ്റാറ്റസ് കോ എങ്കിലും നിലനിർത്താനുള്ള മാർഗമാണ് നോക്കുന്നത്. അതിനിടെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ യുക്തിപരമായ തീരുമാനത്തിൽ അന്വേഷണം എത്തിച്ചേരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഈ വർഷത്തെ പൂരം ശരിയായി നടത്തണം. മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായ വ്യവസ്ഥകളോടെയുമാകണം പൂരം നടത്തിപ്പ്. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നവരെ നിയമപരമായി തന്നെ നേരിടണം. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടം വേണമെന്നും DGPയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടറും SP-യും കാര്യങ്ങൾ ഏകോപിപ്പിക്കണം. പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കി. 24 തൃശൂർ.